LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണം എന്നിട്ട് പ്ലീസ് ഞാൻ ആൻസർ ചെയ്യുമ്പോൾ അങ്ങ് ഇടപെടാൻ പാടില്ല. പ്ലീസ് 3 ചോദ്യം ഒരേ ചോദ്യം ചോദിച്ചിട്ട് വീണ്ടും ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല. പ്ലീസ് ഒരു മര്യാദ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകനാണെങ്കിലും കാണിക്കണം. സംസാരിക്കുന്ന ഇടയിൽ ഇടപെടാൻ പാടില്ല. മറുപടി കേൾക്ക്. അല്ല, നിങ്ങൾ തന്നെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. SIT റിപ്പോർട്ടിനെ സംബന്ധിച്ച ഈ കാര്യം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ എത്തിയിട്ടില്ലല്ലോ. DGPയുടെ മുമ്പിലല്ലേ എത്തിയിട്ടില്ല. DGPയുടെ മുമ്പിലിരിക്കുന്ന ഒരു കാര്യത്തിന് ആഭ്യന്തരമന്ത്രി എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത്, മുഖ്യമന്ത്രി എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത്? അവിടുന്ന് റിപ്പോർട്ട് വരണം. നിങ്ങൾക്ക് പല ആളുകൾക്ക് പല ധൃതി ഉണ്ടാവും, പല കാരണങ്ങളുടെ പുറത്ത്. ഞങ്ങളുടെ മുമ്പിൽ SIT രൂപീകരിച്ച് SIT അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഹോം മിനിസ്റ്റർക്ക് മുഖ്യമന്ത്രിക്കല്ല, അവർ DGPക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. DGP അത് പരിശോധിച്ച് അതിൻ്റെ പരിശോധന നടത്തി വേണ്ട കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും അറിയിക്കും. അപ്പോൾ നമ്മൾ നടപടിയെടുക്കും. ഇതൊക്കെ ഓരോ വാർത്തകളാണ്, ഓരോ ദിവസത്തെ രാവിലത്തെ ഉണ്ടാക്കുന്ന ഓരോ വാർത്തകളാണ്. എന്ത് പ്രസക്തിയാണ് ആ വാർത്തയ്ക്കുള്ളത്? അത് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കുമല്ലേ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലീഡായിട്ട് നിങ്ങൾ എഴുതുന്ന സാധനത്തിന് ഞാനെന്തിനാ മറുപടി പറയണേ? ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ട്. SIT അന്വേഷിക്കുന്ന കാര്യത്തിൽ SITയിലെ ഉദ്യോഗസ്ഥനെ ആഭ്യന്തരമന്ത്രിക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ റിപ്പോർട്ടും കൊടുത്താൽ എനിക്കിപ്പോൾ തന്നെ നടപടി എടുക്കണം, കാരണം ഏഷ്യാനെറ്റിൽ വാർത്ത വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ? നടപടി എടുക്കാൻ പറ്റുമോ? അയാൾ കോടതി പോവും. അങ്ങനെ ഒരാൾക്കെതിരെ നടപടി എടുത്താൽ ആൾ കോടതി പോവും. ഞാൻ ഏഷ്യാനെറ്റ് പറഞ്ഞത് അജിത ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതിൽ ഞാൻ പറയും, എല്ലാവരും വാർത്താ മാധ്യമങ്ങളിലെ വാർത്ത കണ്ടിട്ട് SIT ഉദ്യോഗസ്ഥരോട് വിളിച്ച് ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് ചോദിക്കാൻ പറ്റുമോ? ദർ ഈസ് എ പ്രൊസീജിയർ. ആ പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ നടപടി എടുക്കാതിരിക്കുകയോ രണ്ട് ചെയ്താലും ഇപ്പോഴുള്ള കാലത്ത് ആളുകൾ കോടതി പോകുമ്പോൾ നിങ്ങൾ വിമർശിക്കും. നടപടിക്രമം പൂർത്തിയാക്കാതെ നടപടിയെടുത്തു, ആൾ കോടതിയിൽ പോയി സ്റ്റേ ചെയ്തെന്ന് ഇതേ റിപ്പോർട്ട് ചെയ്ത ആളുകൾ വേറെ വാർത്ത കൊടുക്കും. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അലംഭാവം, സർക്കാർ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല, നടപടിക്രമങ്ങൾ പാലിക്കാതെ നടപടിയെടുത്തു, അപ്പോഴും ഒരു വാർത്ത കൊടുക്കുക. ഇതൊക്കെ വാർത്തയ്ക്ക് വേണ്ടിയുള്ള വാർത്തകളാണ്. ഗവൺമെൻറ്റിനെ ഉണ്ടല്ലേ, ഞാൻ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അങ്ങ് എപ്പോഴും കയറി ഇങ്ങനെ ബളം ഉണ്ടാക്കല്ലേ, ദേശാഭിമാനിയാണെന്ന് ഓർത്ത്. ഞാൻ പറഞ്ഞത് ഒരു പ്രൊസീജിയറുണ്ട്, ഒരു പ്രൊസീജിയർ ഫോർമാലിറ്റി ഉണ്ട് ഇല്ലേ ഏത് സർക്കാരിനും. ആ പ്രൊസീജിയർ ഫോർമാലിറ്റി പൂർത്തിയാക്കാതെ നമുക്കൊരു നടപടി എടുക്കാൻ പറ്റില്ല. അത് നിങ്ങളിത് അറിയാത്ത റിപ്പോർട്ടർമാരാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളിത് കണ്ട് ഞാൻ പറഞ്ഞല്ല, എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമം തോന്നി. ഇപ്പം ഞാൻ ആസ്വദിക്കുകയാണ് ഈ വാർത്തകൾ കണ്ടിട്ട്. ഇതുപോലത്തെ വാർത്തകൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങളെ പറ. ഞാനിപ്പോൾ അങ്ങോട്ടും ചോദ്യം ചോദിക്കാൻ പോവാം. ചെയ്യാൻ പറ്റുമോ? നടപടി എടുക്കാൻ പറ്റുമോ? ആ SIT അല്ലല്ലോ ഇത്, അത് ഹൈക്കോടതി വെച്ച SIT അല്ല. അത് ഇതും തമ്മിൽ വല്ല ബന്ധമുണ്ടോ ഈ ചോദ്യത്തിന്? അത് ഹൈക്കോടതി വെച്ച SIT ആണ്. ഇത് ഗവൺമെൻറ് ക്യാബിനറ്റ് യോഗം ചേർന്ന് തീരുമാനിച്ച് നടപടിയെടുത്ത് അവിടെ വച്ചിരിക്കുന്നതാണ്. അതിൻ്റെ റിപ്പോർട്ട് കിട്ടട്ടെ. അങ്ങ് പറഞ്ഞ ചോദ്യവും ഈ സംഭവമായിട്ട് വല്ല ബന്ധമുണ്ടോ? അല്ല, അങ്ങ് പറഞ്ഞ കാര്യവും ഈ സംഭവമായിട്ട് അല്ല പ്ലീസ് ഞാൻ പറയട്ടെ, വല്ല ബന്ധമുണ്ടോ? വേറെ ആളെ ചോദിക്കും. അല്ല, അതുകൊണ്ട് എന്താ കുഴപ്പം? അല്ല, ദേശാഭിമാനി എഴുതിയ വാർത്ത എന്താണ്? എന്നെ കൊണ്ട് ഒന്നുകൂടി പറയിപ്പിക്കണമല്ലോ. അല്ല, നിങ്ങൾ പറയാം. അതല്ലേ ചോദിച്ചത്, അതേ ചോദ്യമല്ലേ ഇപ്പൊ ചോദിച്ചത്, വീണ്ടും അത് തന്നെ ചോദിക്കുകയാണോ? ദേശാഭിമാനിയിൽ വന്ന വാർത്ത എന്താ? MSC വരുന്നു വിദേശ നിക്ഷേപവുമായി. LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണം എന്നിട്ട് പ്ലീസ് ഞാൻ ആൻസർ ചെയ്യുമ്പോൾ അങ്ങ് ഇടപെടാൻ പാടില്ല. പ്ലീസ് 3 ചോദ്യം ഒരേ ചോദ്യം ചോദിച്ചിട്ട് വീണ്ടും ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല. പ്ലീസ് ഒരു മര്യാദ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകനാണെങ്കിലും കാണിക്കണം. സംസാരിക്കുന്ന ഇടയിൽ ഇടപെടാൻ പാടില്ല. മറുപടി കേൾക്ക്. എന്നിട്ട് 13,000 കോടി രൂപ വരുന്നു. ഈ MSCയുടെ നിക്ഷേപം പിണറായി സർക്കാരിൻ്റെ ദീർഘവീക്ഷണം എന്ന് വാർത്ത കൊടുത്തിട്ട് അതേ പിണറായി വിജയൻ വന്ന് ഞാനുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ടാണ് MSC വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്.